സർക്കിൾ ആൻഡ് ക്വാഡ്രിലാറ്ററൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കിളും ക്വാഡ്രിലാറ്ററൽ എന്ന് പറഞ്ഞാൽ 4 വശമുള്ളൂ. അപ്പൊ ഇവിടെ നോക്കിയേ, ഇതിന്റെ പ്രത്യേകത എന്താ? സർക്കിളും ഉണ്ട്, ക്വാഡ്രിലാറ്ററലും ഉണ്ട്. ഈ ക്വാഡ്രിലാറ്ററലിന്റെ 4 വശങ്ങളും 4 വെർട്ടിസസുകളും എവിടെ തട്ടിയിരിക്കുന്നു? സർക്കിളിൽ തട്ടിയിരിക്കുന്നു അല്ലേ? അപ്പൊ നമുക്ക് ഇവിടെ ഒരു പേര് കൊടുക്കാം, എ ബി സി ഡി. ഇങ്ങനെ തട്ടിയിരിക്കുന്ന ക്വാഡ്രിലാറ്ററിന്റെ 4 വശങ്ങളും തട്ടിയിരിക്കുമ്പോൾ അതിന്റെ എതിർ കോണുകൾ, ഓപ്പോസിറ്റ് കോണുകൾ തമ്മിൽ 180 ഡിഗ്രി ആയിരിക്കും. എത്രയായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. അതായത് ആംഗിൾ എയും ആംഗിൾ സിയും, ആംഗിൾ എ പ്ലസ് ആംഗിൾ സി രണ്ടും കൂടി കൂട്ടുമ്പോൾ എത്ര ഡിഗ്രി ആയിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. ഇത് 180 ആണെങ്കിൽ ഇത് ഓൾസോ എന്തായിരിക്കും? 180. ആംഗിൾ ബി പ്ലസ് ആംഗിൾ ഡി അതും കൂട്ടുമ്പോൾ എത്രയായിരിക്കും? 180 ഡിഗ്രി. അപ്പൊ എവിടെയും ഏത് ചിത്രത്തിലും നിങ്ങളൊരു സർക്കിളും അതിനകത്തൊരു ക്വാഡ്രിലാറ്ററലും കണ്ടു കഴിഞ്ഞാൽ അപ്പോഴേ മനസ്സിലേക്ക് വരണം അതിന്റെ ഓപ്പോസിറ്റ് ആംഗിളുകൾ കൂട്ടുമ്പോൾ എത്രയായിരിക്കുമെന്ന്? 180 ആയിരിക്കുമെന്ന്. ഇതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ എന്ന് വിളിക്കും. എന്താ വിളിക്കുക? സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ അല്ലെങ്കിൽ ചക്രീയ ചതുർഭുജം. എന്താ വിളിക്കുക? സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ അല്ലെങ്കിൽ ചക്രീയ ചതുർഭുജം എന്ന് വിളിക്കും. സൈക്ലിക് ആയിട്ടുള്ള ക്വാഡ്രിലാറ്ററൽ ആണ്. അപ്പൊ ഇത് പ്രൂവ് ചെയ്യാൻ നിങ്ങളുടെ അടുത്ത് ചോദിച്ചാൽ, ഇത് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണോ എന്ന് പ്രൂവ് ചെയ്യാൻ ചോദിച്ചാൽ നിങ്ങൾ ആദ്യം മനസ്സിലോട്ട് എന്ത് വരണം? ഇതിന്റെ ഓപ്പോസിറ്റ് ഉള്ള ആംഗിളുകൾ എത്രയായിരിക്കണം? 180 ആയെങ്കിൽ മാത്രമേ അത് എന്താകൂ? സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആകൂ. ഇപ്പൊ ഒരു സർക്കിളിനകത്ത് ക്വാഡ്രിലാറ്ററൽ ഉണ്ട്, അതിന്റെ 4 വശങ്ങളും സർക്കിളിൽ മുട്ടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ആംഗിളുകൾ എത്രയായിരിക്കും? 180 ആയിരിക്കും. മനസ്സിലായോ? കണ്ടോ? ഇത് എ ബി സി ഡി. ഇതിന്റെ ഓപ്പോസിറ്റ് ആംഗിളുകൾ എന്തായിരിക്കും? ഇത് സൈക്ലിക് ആണോ എന്ന് ചോദിച്ചാൽ ഓപ്പോസിറ്റ് എത്ര ഡിഗ്രി വന്നാൽ? 180 വന്നാൽ നമുക്കതിനെ എന്തെന്ന് വിളിക്കാം? സൈക്ലിക് എന്ന് വിളിക്കാം. കേട്ടോ? എന്തെന്ന് വിളിക്കാം? സൈക്ലിക് എന്ന് വിളിക്കാം. അപ്പൊ ഇവിടെ നോക്കി, ഇതൊരു സൈക്ലിക് ആണോ? അല്ലേ? എന്താ കാര്യം? ഇവിടെ എത്രയാ? 90 ഡിഗ്രി അല്ലേ? ഇവിടെ എത്രയാ? 90 ഡിഗ്രി. ഇവിടെ എത്രയാ? 90 ഡിഗ്രി. ഇവിടെ എത്രയാ? 90 ഡിഗ്രി. ഓപ്പോസിറ്റ് എത്ര വരുന്നത്? 180 അല്ലേ വരുന്നത്? അല്ലേ? അപ്പൊ നമുക്ക് പറയാം ആംഗിൾ എയും ആംഗിൾ സിയും കൂടി കൂട്ടിയപ്പോൾ എത്ര കിട്ടി? 180. ആംഗിൾ ബിയും പ്ലസ് ആംഗിൾ ഡിയും കൂടി കൂട്ടിയപ്പോൾ എത്ര കിട്ടി? 180 എന്ന് കിട്ടി. ഉണ്ടോ? അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതേപോലെ എന്ത് ചെയ്യണം? പ്രൂവ് ചെയ്യണം. ഇതിനകത്ത് സർക്കിളിനകത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ എന്ത് പറയാം? അത് ഉറപ്പാണ്. അത് സർക്കിളിനകത്ത് വന്നിട്ടുള്ള ഏതൊരു പോളിഗണിലും അതിന്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? 180 ആയിരിക്കും. ഇവിടെ പക്ഷെ നമുക്ക് എന്ത് വേണം? 90 ഡിഗ്രി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? എടുക്കണം. പറഞ്ഞ കാര്യം മനസ്സിലായ? അപ്പൊ ഇതെന്തായിട്ട് പറയാം? നമുക്കിത് ഒരു സൈക്ലിക് ആണ്. എന്താണ്? സൈക്ലിക് ആണ്. ഇതൊരു ഐസോസിലസ്, എന്താ? ഐസോസിലസ് ട്രപ്പേസിയം ആണ്. ഇതിന്റെ പ്രത്യേകത എന്താ? ഐസോസിലസ് ട്രപ്പേസിയത്തിന്റെ പ്രത്യേകത എന്താ? കേട്ടില്ല? 2 സൈഡ് ഈക്വൽ ആയിരിക്കും അല്ലേ? ഐസോസിലസ് ട്രപ്പേസിയത്തിന്റെ ഈ സൈഡും എന്താണ്? പാരലൽ ആണ്. ഈ സൈഡും എന്താണ്? ഈക്വൽ ആണ് അല്ലേ? 2 സൈഡുകൾ ഈക്വൽ ആയതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഐസോസിലസ് ട്രപ്പേസിയം എന്നാണ് വിളിക്കുന്നത്. അപ്പൊ ഇതൊരു സൈക്ലിക് ആണോ എന്ന് നമ്മൾ എങ്ങനെ പ്രൂവ് ചെയ്യും? അപ്പോ ഇവിടെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, ഐസോസിലസ് ട്രയാങ്കിളിന്റെ ഒരു കാര്യത്തിൽ എന്ത് പഠിച്ചിട്ടുണ്ട്? 2 സൈഡുകൾ ഈക്വൽ ആണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ഉള്ള ആംഗിളുകൾ എന്തായിരിക്കും? സെയിം ആയി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഓപ്പോസിറ്റ് ഉള്ള ഈ ആംഗിളും ഇതിന് ഓപ്പോസിറ്റ് ഉള്ള ഈ ആംഗിളും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും അല്ലേ? അപ്പൊ ഇവിടെ എ, ഇത് ബി, ഇത് സി, ഇത് ഡി. ഇവിടെ എ ബിക്ക് പാരലൽ ആണ് ആരെന്ന് പറയുന്നത്?
സി ഡി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡി സി. കേട്ടോ, എ ഡിയും ബി സിയും എന്താണ് ഇവിടെ? ഡി സിയും ഈക്വലാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആംഗിൾ എയും ആംഗിൾ ബിയും എന്താണ്? ഈക്വലാണ്. ആംഗിൾ എയും ആംഗിൾ ബിയും ഈക്വലാണ്. ക്ലിയർ അല്ലേ? ഒരേ സൈഡുകളുടെ ഓപ്പോസിറ്റ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കിയേ, ഈ ട്രപ്പേസിയത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. എന്താ? എയും ഇവിടുത്തെ ഈ ആംഗിളും കൂടി കൂട്ടുമ്പോൾ എത്ര വരും? 180 ആണ് വരുന്നത്. ആംഗിൾ എയും ആംഗിൾ ഡിയും കൂടി കൂട്ടുമ്പോൾ എത്ര വരും? 180 ആണ്. ട്രപ്പേസിയത്തിന്റെ റൂളാണ്. കേട്ടോ, ഈ സൈഡുകൾ കൂട്ടുമ്പോൾ എത്ര വരും? 180 വരും. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് നോക്കിയേ, ഇതിനകത്ത് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോന്ന്? ഓപ്പോസിറ്റ് ആംഗിളുകൾ തമ്മിൽ എന്തെങ്കിലും ബന്ധം വരുമോ? ഓപ്പോസിറ്റ് എന്ത് വരണം? 180. ഓപ്പോസിറ്റ് 180 വന്നാലേ എന്താകൂ? സൈക്ലിക് ആവും. ഇത് സെറ്റാണേ. ഓപ്പോസിറ്റ് എന്ത് വരണം? 180. ഇവിടെ പക്ഷെ ഓപ്പോസിറ്റ് ആണോ? അല്ല. അപ്പൊ നമ്മൾ ഉടനെ തന്നെ സൈക്ലിക് എന്ന് പറയാൻ പറ്റുമോ? പറ്റുമോ? ഇല്ല. ഓപ്പോസിറ്റ് ഇവിടെ എടുത്തിട്ടുണ്ടോ? ഇല്ല. ക്ലിയർ അല്ലേ പറഞ്ഞ കാര്യം? അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. എന്താ നോക്കിയേ നിങ്ങള്? സൈക്ലിക് എന്ന് പറയാൻ പറ്റുമോ? ഈ റൂള് വെച്ച് പറയാൻ പറ്റുമോ? ഇല്ല. എന്താ കാര്യം? ആംഗിൾ എയും ആംഗിൾ ഡിയും 180 ആണ്. പക്ഷെ അത് ഓപ്പോസിറ്റ് ആണോ? അല്ല, അത് ഒരു സൈഡിലല്ലേ. ഓപ്പോസിറ്റ് വരണ്ടേ? ഒന്ന് ചിന്തിച്ചേ നിങ്ങള്. ഇവിടെ എക്ക് പകരം ആരെ കൊടുക്കാം? ബിയെ കൊടുത്തൂടെ? എന്താ കാര്യം? ആംഗിൾ എയും ആംഗിൾ ബിയും ഈക്വൽ ആണ്, സമമാണ്. അപ്പൊ ആംഗിൾ എക്ക് പകരം ആരെ കൊടുക്കാം? ബിയെ കൊടുക്കാം. ആ ഐഡിയ കത്തിയ? അങ്ങനെയാണെങ്കിൽ ആംഗിൾ എക്ക് പകരം ആംഗിൾ ബിയെ കൊടുത്താൽ ഇവിടെ ആര് വരും? ആംഗിൾ ഡി. അത് രണ്ടും കൂടി കൂട്ടിയാൽ എത്ര വരും? 180. ആംഗിൾ ബി എവിടെ കിടക്കുന്നു? ആംഗിൾ ഡി എവിടെ കിടക്കുന്നു? ഓപ്പോസിറ്റ് അല്ലേ? 180 അല്ലേ? അതേപോലെ തന്നെ ആയിരിക്കും ആംഗിൾ എയും ആംഗിൾ സിയും. ഓപ്പോസിറ്റ് എത്ര ആയിരിക്കും? 180 ആയിരിക്കും. ക്ലിയർ അല്ലേ പറഞ്ഞ കാര്യം? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് എന്തായിരിക്കും? ഇത് എന്താണ്? ഒരു സൈക്ലിക് ആയിരിക്കും. പറഞ്ഞ കാര്യം സെറ്റായോ? മനസ്സിലായോ? ഈ പറഞ്ഞ കാര്യം ക്ലിയർ ആയോ? അപ്പോ ഈ മൂന്ന് കാര്യത്തിൽ നമ്മൾ എന്ത് പ്രൂവ് ചെയ്തു? ഓപ്പോസിറ്റ് വരുന്നത് 180 ആണ്. അതുകൊണ്ട് ഇതെല്ലാം എന്താണ്? സൈക്ലിക് ആണ്. ഇതെല്ലാം സൈക്ലിക് ആണ് എന്ന് നമ്മൾ എന്ത് ചെയ്തു? പ്രൂവ് ചെയ്തു. ഇങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ ഇതിൽ നിന്ന് ഒരൊറ്റ കാര്യമുള്ളൂ പഠിക്കാൻ. ഇത് ഒരുപാടൊക്കെ എഴുതിയെന്നുള്ള ഒരൊറ്റ കാര്യമുള്ളൂ ഇതിൽ നിന്ന് പഠിക്കാൻ. എന്തുവാ കാര്യം? ഓപ്പോസിറ്റ് ആംഗിളുകൾ 180 ആണെന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും? സൈക്ലിക് ആണ്, ചക്രീയ ഭുജമാണ്. ക്ലിയർ അല്ലേ? ചക്രീയമാണ്. സെറ്റല്ലേ പറഞ്ഞ കാര്യം? ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? എഴുതിയത് ഈ ആംഗിളുകൾ എല്ലാവരും ശ്രദ്ധിച്ചോ. ഇവിടെ ഈ ആംഗിളുകൾ കണ്ടെത്തണം. ഇതിനിടയ്ക്കുള്ള ആംഗിളുകൾ. ഇതാണ് നമുക്ക് ആദ്യത്തെ ഒരു പരിപാടി. സംഭവം നോക്കി. ഇവിടെ നമുക്കൊരു പേര് കൊടുക്കാം. ഇതിനൊരു എ, ഇത് ബി, ഇത് സി, ഇത് ഡി. ആംഗിളുകൾ ഓരോന്നും നമ്മൾ ഫില്ല് ചെയ്യാൻ പോവുക. ഓക്കെ, സെറ്റല്ലേ എല്ലാവരും? ആദ്യം നമുക്ക് ഫിഗറിനകത്ത് ആംഗിൾ ഇട്ടിട്ട് പിന്നെ ഓരോന്നും സൈഡിൽ എന്ത് ചെയ്താൽ മതി? വറക്കി അങ്ങ് എഴുതിയാൽ മതി. ആദ്യം നിങ്ങൾ ഇവിടെ നോക്കിയേ. ബി സി എന്ന് പറയുന്ന ഒരു ലൈൻ കാണുന്നുണ്ടോ? ആ ബി സി എന്ന് പറയുന്ന ലൈൻ എങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്? നോക്കി, എല്ലാരും ശ്രദ്ധിക്കണം. സിമ്പിൾ കാര്യം. ബി സി എന്ന് പറയുന്ന ലൈൻ നേരെ ഡിയിലോട്ട് പോകുന്നില്ലേ? സിയിൽ നിന്ന് ഡിയിലോട്ട് പോകുന്നില്ലേ? അവിടെ ഒരു ആംഗിൾ വരുന്നില്ലേ? അതിനെന്താ വിളിക്കുക? 50 ഡിഗ്രി അല്ലേ? അതേപോലെ വേറെ എങ്ങോട്ട് പോകുന്നുണ്ടല്ലേ? ബി സിയിൽ നിന്ന്. എല്ലാരും പറ. ബിയിൽ നിന്ന് എങ്ങോട്ട്? സിയിൽ നിന്നും. അപ്പൊ അവിടെ എത്രയായിരിക്കും? 50 ഡിഗ്രി ആയിരിക്കും അല്ലേ? നമ്മള് പഠിച്ച റൂൾ അതല്ലേ? ഒരേ കോഡിൽ നിന്ന് സെഗ്മെന്റിലേക്ക് പോകുന്ന ആംഗിളുകൾ എന്തായിരിക്കും? സെയിം ആയിരിക്കും അല്ലേ? അങ്ങനെയാണെങ്കിൽ അടുത്ത നോക്കിയേ. അടുത്ത ഏത് ലൈൻ? ഡി സി അല്ലേ? ഡിയിൽ നിന്നും സിയിൽ നിന്ന് എങ്ങോട്ട് പോകുന്നുണ്ട്? ബിയിലേക്ക്. അടുത്ത ഡിയിൽ നിന്ന് സിയിലോട്ട് എങ്ങോട്ട് പോകുന്നുണ്ട്? എയിലേക്ക്. അപ്പൊ ഇവിടെ എത്രയായിരിക്കും? ഇവിടെ 45 ആണെങ്കിൽ ഇവിടെയും വലിയ പാടുണ്ടോ? ഇനി അടുത്ത ഇവിടെ നോക്കും. എ ഡി.
അല്ലേ? എയിൽ നിന്ന് ഡിയിലോട്ട് എങ്ങോട്ട് പോകുന്നുണ്ട്? പോകുന്നില്ലേ? അടുത്ത എയിൽ നിന്ന് ഡിയിലേക്ക് ബിയില്. അതെത്ര ആയിരിക്കും അപ്പോ? 30. ഇത് മനസ്സിലാവാറുണ്ട്? എളുപ്പമല്ലേ? ഇനി നോക്കി, ഇനി എയിൽ നിന്നും ബിയിലോട്ടും എങ്ങോട്ടാ പോന്നേ? ഡിയിലേക്കും. എയിൽ നിന്നും ബിയിലേക്കും സിയിലേക്കും. എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഒന്ന് ഐഡിയ നോക്കി. എന്ത് ചെയ്താൽ മതി? ട്രയാങ്കിൾ കംപ്ലീറ്റ് ചെയ്താൽ പോരെ? ഇത്രേ ഉള്ളൂ. ട്രയാങ്കിൾ ഏതൊക്കെ കംപ്ലീറ്റ് ചെയ്യാം? ഇത് അല്ലേ? രണ്ടും കൂടി കൂട്ടുമ്പോ എത്ര കിട്ടും? ഇത് ഓന്ന് കൊടുക്കാം നമുക്ക്. ഓ, രണ്ടും കൂടി കൂട്ടുമ്പോ എത്ര കിട്ടും? 80 അല്ലേ? 80 180 കുറച്ച് ഇവിടെ എത്ര വരും? 100. ഇത് 100 ആണെങ്കിൽ ഇത് എത്ര ആയിരിക്കും? 100. എന്താ കാര്യം? ഓപ്പോസിറ്റ് ആംഗിൾ ഈക്വൽ. കണ്ടോ? അങ്ങനെയാണെങ്കിൽ ഇത് എത്രയായിരിക്കും? പറഞ്ഞ കാര്യം സെറ്റ് അല്ലേ? ഇവിടെയൊക്കെ എത്ര ആയിരിക്കും ഒന്ന് നോക്കിയേ. ഇത് 100, ഇത് 100. ഇവിടെ എങ്ങനെ ഫില്ല് ചെയ്യാം? രണ്ടും കൂടി കൂട്ടി 360 എന്ന് കുറയ്ക്കാം അല്ലേ? ബാലൻസ് എത്ര വരും? രണ്ടും കൂടി കൂട്ടുമ്പോൾ എത്ര വരും? 200. ബാക്കി 160. 160ന്റെ പകുതി 80. അപ്പൊ ഇവിടെ എത്ര വരും? 80. ഇവിടെ എത്ര വരും? 80. ഓപ്പോസിറ്റ് ആംഗിൾ എന്താണ്? ഈക്വൽ ആണ്. മനസ്സിലായോ? അപ്പൊ ഇത് രണ്ടും കൂടി കൂട്ടിയാൽ ബാക്കി ഇവിടെ കിട്ടത്തില്ലയോ? ഇത് രണ്ടും കൂടി കൂട്ടിയാൽ അത് തന്നെയല്ലേ ഇവിടെയും വരുന്നത്? അപ്പൊ എല്ലാ ആംഗിളും ആവത്തില്ലയോ? അപ്പൊ ഇവിടെ രണ്ടും കിട്ടിയല്ലോ. എത്ര കിട്ടി? 55 ഡിഗ്രി. കംപ്ലീറ്റ് ആയില്ലേ? ഇനി നമുക്ക് ഓരോന്നും എഴുതാം. ഓരോന്നും സൈഡിലോട്ട് എഴുതുമ്പോഴാണ് എന്ത് കിട്ടുക? മാർക്ക് കിട്ടുക. നോക്കാം. ആദ്യം നമ്മൾ ഫില്ല് ചെയ്തത് ഏതാണ്? സി ബി എം ആംഗിൾ എ ഡി ബി എം എന്താണ്? 55 ഡിഗ്രി. എത്ര വരും? എങ്ങനെ എഴുതാം? ആദ്യം നമ്മൾ ബി സി അല്ലേ എഴുതേ? അല്ലേ? ഏത് ആംഗിൾ അതിൽ നിന്ന് കിട്ടി? 50. ഇവിടെ ഏത് കിട്ടി? 50. അപ്പൊ നമുക്ക് പറയാം ആംഗിൾ എയും ആംഗിൾ ഡിയും എന്ന് എഴുതരുത്. പിന്നെ എന്ത് എഴുതണം? ആംഗിൾ ബി ഡി സി എന്നും ആംഗിൾ സി എ ബി എന്നും എഴുതണം. കേട്ടോ? കാരണം അതിന് രണ്ടായിട്ട് മുറിഞ്ഞു പോകുന്നുണ്ട്. അതുകൊണ്ട് എ എന്നും ഡി എന്നും മാത്രം എടുക്കാൻ പറ്റുമോ? ഇല്ല. പറഞ്ഞ മനസ്സിലായ? അപ്പൊ ഏത് ട്രയാങ്കിളില് എ ആണ്, ഏത് ട്രയാങ്കിളില് ഡി ആണെന്ന് നമ്മൾ സൂചിപ്പിക്കണം. അതുകൊണ്ടാണ് നമ്മൾ എങ്ങനെ എഴുതുന്നത്? ആംഗിൾ സി ഡി ബിക്ക് ഈക്വൽ ആണ് ആംഗിൾ സി എ ബി ഇസ് ഈക്വൽ ടു എത്ര ഡിഗ്രി? 50 ഡിഗ്രി. ഉണ്ടോ? ആംഗിൾസ് ഇൻ സെയിം സെഗ്മെന്റ് ആർ ഈക്വൽ. എഴുതിക്കൂടെ? ആംഗിൾസ് ഇൻ സെയിം സെഗ്മെന്റ് ആർ ഈക്വൽ. ആംഗിൾസ് ഇൻ സെയിം സെഗ്മെന്റ് ആർ ഈക്വൽ. സെയിം സെഗ്മെന്റിലുള്ള ആംഗിൾ എന്താണ്? ഈക്വൽ ആണ്. അടുത്ത നമ്മൾ ഏതെടുക്കാം? സി ഡി എ ലൈൻ വെച്ച് എടുത്തു കഴിഞ്ഞപ്പോൾ ഏത് കിട്ടിയ? ആംഗിൾ പറ. ഡി ബി സി എം സി എ ഡി എം എത്ര കിട്ടി? 45 ഡിഗ്രി. അപ്പൊ എങ്ങനെ എഴുതും? ആംഗിൾ സി എ ഡിക്ക് ഈക്വൽ ആണ് ആംഗിൾ ഡി ബി സി. ആംഗിൾ ഡി ബി സി എത്ര ഡിഗ്രി? 45. അതും എന്ത് തന്നെയാണ്? ആംഗിൾസ് ഇൻ സെയിം സെഗ്മെന്റ് ആർ ഈക്വൽ. അടുത്തത് ഈ ലൈൻ വെച്ചെടുക്കുമ്പോ ഏതൊക്കെയാണ്? സിമ്പിൾ നോക്കിയാൽ മതി. ഏതാ എടുക്കുന്നത്? സി അല്ലേ? അപ്പൊ എങ്ങനെ എടുക്കും? എ സി ഡി. ആംഗിൾ എ സി ഡിക്ക് ഈക്വൽ ആണ് ആംഗിൾ ഡി ഡി എ. ആംഗിൾ ഡി ഡി എ എത്ര ഡിഗ്രി? 30 ഡിഗ്രി. അതും എന്ത് തന്നെയാണ്? ആംഗിൾസ് ഇൻ സെയിം സെഗ്മെന്റ് ആർ ഈക്വൽ. നിങ്ങൾ അത് എഴുതണം കേട്ടോ. കഴിഞ്ഞില്ലേ? ഇനി നമ്മൾ എങ്ങനെ എടുക്കുക? ഇനി ഇതെടുക്കുക. ഏതെടുക്കുക? ആംഗിൾ എ ഡി ബി എം ആംഗിൾ എ സി ബി എം. ഏത് ആംഗിളാണോ നിങ്ങൾ എടുക്കുന്നത് അതങ്ങ് നോക്കി വെക്കുക. എന്നിട്ട് അത് ഏത് രണ്ട് അറ്റങ്ങൾ ഏതൊക്കെയാണ് നോക്കുക. എഴുതിക്കൂടെ? അപ്പൊ എങ്ങനെ എഴുതാം? ആംഗിൾ എ ഡി ബിക്ക് ഈക്വൽ ആണ് ആംഗിൾ എ സി ബി. ആംഗിൾ എ സി ബി എത്ര ഡിഗ്രി? 50 ഡിഗ്രി. അതും ആംഗിൾസ് ഇൻ സെയിം സെഗ്മെന്റ് ആർ ഈക്വൽ ആണ്. ഇനി നമ്മൾ എടുത്തിട്ട് ഫില്ല് ചെയ്യേണ്ട ഏതൊക്കെയാ? ആംഗിൾ എ ഒ ബി എം ആംഗിൾ സി ഒ ഡി എം അല്ലേ? ആംഗിൾ
എ ഒ ബി ഈക്വൽ ആണ് ആംഗിൾ സി ഒ ഡിക്ക് അല്ലേ? എന്താ കാര്യം? അതെങ്ങനെയാ കാണുന്നത്? എങ്ങനെയാ കാണുന്നത്? 180 50 30 കൂടി എന്ത് ചെയ്യും? കുറയ്ക്കും. 180 മൈനസ് 50 പ്ലസ് 30 അപ്പൊ എത്ര കിട്ടി? 180 മൈനസ് 80 is equal to 100 ഡിഗ്രി. ഇവിടെ എന്താ എഴുതുന്നത് നമ്മള്? ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. തെറ്റല്ലേ? അപ്പൊ എ ഒ ബി എഴുതിയില്ലേ? ഇതേപോലെ ഇതും എല്ലാം കൂടി എഴുതിക്കൂടെ? അപ്പൊ ഫുള്ള് ഫില്ലാവത്തില്ലേ? എഴുതിക്കൂടെ? എഴുതി നോക്ക്. ഇവിടം വരെ എഴുതിയോ? മനസ്സിലായോ എല്ലാവർക്കും? ഡൗട്ട് ഉണ്ടോ? ഇല്ല. ബാക്കി അവിടുത്തെ എങ്ങനെ എഴുതുക? എ ഒ ബി എഴുതി. ഡി ഒ സി എങ്ങനെ എഴുതും? ആംഗിൾ ഡി ഒ സി ഇസ് ഈക്വൽ ടു 180 മൈനസ് 55 പ്ലസ് 45. 180 മൈനസ് രണ്ടും കൂടി കൂട്ടുമ്പോ എത്ര കിട്ടും? 100 അല്ലേ? 100. അപ്പൊ ആൻസർ എത്ര? 80 ഡിഗ്രി. ഡി ഒ സി എന്താണ്? 80 ഡിഗ്രി. അപ്പൊ ആംഗിൾ ബി ഒ സി ഈക്വൽ ആണ് ആരെന്ന് പറയുന്ന ആംഗിൾ എ ഒ ഡി അല്ലേ? അല്ലെങ്കിൽ ഡി ഒ എ. ഏത് ആംഗിൾ എടുക്കുന്നോ ആ ആംഗിൾ എവിടെ വരണം? സെന്ററിൽ വരണം. ഇത് രണ്ട് ഈക്വൽ ആണ്. എന്താ കാര്യം? ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. ഇതാണ് സിമ്പിൾ മെത്തേഡ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ ആംഗിൾ എ ഒ ഡി എത്ര തന്നെ വരും? 80 ഡിഗ്രി വരും കേട്ടോ. എല്ലാം ഇല്ലേ? സിമ്പിൾ. ഒരുപാടൊന്നും എഴുതണ്ട. എത്രയും എഴുതിയാൽ മതി. എല്ലാ ആംഗിൾസും നമുക്ക് കിട്ടി. എല്ലാ ആംഗിൾസും നമ്മൾ എഴുതിയിട്ടു അത്രയും ചെയ്താൽ മതി. ഒരുപാട് മെത്തേഡിൽ ഇത് ചെയ്യുന്നുണ്ട്. അത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. സിമ്പിളായിട്ട് ഇങ്ങനെ നോക്കി ഫിഗർ കംപ്ലീറ്റ് ചെയ്ത് ഇതേ രീതിയിൽ എഴുതി പോയാൽ സിമ്പിളായിട്ട് അത് കഴിയും. സെറ്റല്ലേ പറഞ്ഞ കാര്യം? പഠിക്കാതിരിക്കുന്നതിനേക്കാളും നല്ലത് എന്ത് ചെയ്യുക? മനസ്സിലാക്കി അത് പഠിക്കുക. അതാണ് അതിനകത്ത് വേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. പ്രൂവ് ദാറ്റ് ഇൻ എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ അല്ലേ? നമുക്ക് ആദ്യം എന്ത് വരയ്ക്കണം? ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ വരയ്ക്കണം. ഓക്കെ, ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആയി. എന്നിട്ട് ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ദ ഔട്ടർ ആംഗിൾ അറ്റ് എനി വെർട്ടെക്സ് ഇസ് ഈക്വൽ. ഏതെങ്കിലും വെർട്ടെക്സിൽ നിന്നുള്ള ഔട്ടർ ആംഗിൾ, ഏതെങ്കിലും വെർട്ടെക്സിൽ നിന്നുള്ള ഔട്ടർ ആംഗിൾ എന്ന് പറയുന്നത് എന്താണ്? ഇവിടെന്നോ ഇവിടുന്നെങ്കിലും ഒരു ഔട്ടർ ആംഗിൾ വരയ്ക്കുകയാണ്. അപ്പൊ ഇവിടുന്ന് വരയ്ക്കുന്നത് ഇപ്പൊ നമ്മളിതാ ഇവിടുന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഇവിടുന്ന് ഒരു ഔട്ടർ ആംഗിൾ വരയ്ക്കുന്നു. ക്ലിയർ ആയില്ലേ? ഇവിടെ ഒരു ഔട്ടർ ആംഗിൾ ആയില്ലേ? ഇത് വെളിയിലുള്ള ആംഗിൾ അല്ലേ? ഇതിനകത്തുള്ളതാണോ? അല്ല. ഔട്ടർ ആംഗിൾ വരയ്ക്കുക. എന്നിട്ട് the outer angle at any vertex is equal. അത് ഏതിന് ഈക്വൽ ആണോന്ന്? the inner angle at the opposite vertex. inner angle of the opposite vertex. inner angle ഏതാ ഇതിന്റെ? ഇതാണോ? inner angle of the opposite vertex. opposite vertex എന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ? ഇതുമാണ് ഈക്വൽ ആണോ എന്ന് പ്രൂവ് ചെയ്യേണ്ടത്. ക്വസ്റ്റ്യൻ മനസ്സിലായോ? എന്താണ്? ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ വരയ്ക്കുക. അതിൽ നിന്ന് വെളിയിലോട്ട് ഔട്ടറിലോട്ട് എന്ത് ചെയ്യുക? ആംഗിള് ക്രിയേറ്റ് ചെയ്യുക. ആ ആംഗിളും അതിന്റെ ഓപ്പോസിറ്റ് ഉള്ള ഇന്നർ ആംഗിളിന്റെ ഓപ്പോസിറ്റ് ഉള്ള ആംഗിള് തമ്മിൽ ഈക്വൽ ആണോ എന്ന് പ്രൂവ് ചെയ്യും. അതിന്റെ ഇന്നർ ആംഗിൾ ഇതന്നെ, അതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ ഏതാണ്? ഇത് രണ്ടും ഈക്വൽ ആണോ എന്ന് പ്രൂവ് ചെയ്യണം. ക്വസ്റ്റ്യൻ മനസ്സിലായോ? ഇങ്ങനെയാണ് വായിച്ചെടുക്കേണ്ടത് ക്വസ്റ്റ്യൻ കേട്ടോ. നിർത്തി ആ പോയിന്റുകൾ ഓരോന്നും മനസ്സിലാക്കി എടുത്താൽ ഇതേപോലുള്ള സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യനുകൾ വരുമ്പോൾ എഴുതാനായിട്ട് പറ്റും. ഇവിടെ നമ്മൾ എ എന്നും ബി എന്നും സി എന്നും ഡി എന്നും എടുക്കുന്നു. സെറ്റ് ക്ലിയർ അല്ലേ? ഇതിന് നമ്മൾ ഇ എന്നും കൊടുക്കുന്നു. ഓക്കെ, നമ്മൾ ഓൾറെഡി ഒരു കാര്യം ഇൻട്രൊഡക്ഷനിൽ പഠിച്ചായിരുന്നല്ലോ. എന്താ കാര്യം? ഓപ്പോസിറ്റ് ആംഗിൾ എന്താണെന്ന്? 180 ആണ്. അപ്പൊ ഈ ആംഗിളും എത്രയാണ്? 180 ആണല്ലോ. അത് നമുക്ക് എഴുതാമല്ലോ. എങ്ങനെ എഴുതുന്നേ? ആംഗിൾ ഡി
ആംഗിൾ ഡി പ്ലസ് ആംഗിൾ ബി എന്ന് എഴുതാൻ പറ്റുമോ? ഇല്ല. ആംഗിൾ ബി എന്ന് എഴുതാത്തത് എന്തുകൊണ്ടാ? ബി ആർക്കൊക്കെ ഉണ്ട്? ഇയാൾക്കും ഉണ്ട്, ഇയാൾക്കും ഉണ്ട്. അതുകൊണ്ട് ബി എന്ന് എഴുതാൻ പറ്റുമോ? ഇല്ല. ഏത് ബി? ഏതിലെ ബി? എ ബി സിയിലെ ബി. കണ്ടോ? അങ്ങനെയാണ് എഴുതുക. മനസ്സിലായോ? അപ്പൊ ആംഗിൾ എ ബി സി ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ എത്ര വരും? 180 വരും. കാരണം എന്താ? സൈക്ലിക്. എന്താണ്? സൈക്ലിക്. എഴുതണം, പ്രൂവ് ചെയ്യണം. കണ്ടോ? എപ്പോഴും റൂൾ എഴുതി ബ്രാക്കറ്റ് റൂൾ എഴുതി പോണം കേട്ടോ. അത് ശീലിക്കണം. സൈക്ലിക് ആണ്. സെറ്റ് അല്ലേ? ഇനി അടുത്ത നോക്കിയേ. ഈ ആംഗിളും ഈ ആംഗിളും എത്ര വരും? ഈ ആംഗിളും ഈ ആംഗിളും എത്ര വരും? 180. എന്തുകൊണ്ട്? വെരി ഗുഡ്. അത് രണ്ടും എന്താണ്? ഒരു ലൈൻ വരച്ചാൽ ആ ലൈൻ നടുക്ക് എത്ര വരിക? 180 വരിക. നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പൊ ഇവിടെ നമ്മൾ എങ്ങനെ എഴുതും? ആംഗിൾ എ ബി സിയും പ്ലസ് ആംഗിൾ ബി എന്ന് എഴുതുവോ? ഇല്ല. സി ബി ഇ. ആംഗിൾ സി ബി ഇ എത്ര വരും? 180. കാരണം എന്താ? ലീനിയർ പെയർ. സെറ്റ്. ക്ലിയർ അല്ലേ? ഇനി ഒന്ന് നോക്കിയേ നിങ്ങള്. ഇവിടെ ആരുണ്ട്? എ ബി സി ഇല്ലേ? ഇവിടെ ആരുണ്ട്? ഇനി രണ്ടിനെയും കൂടി ഈക്വൽ ചെയ്ത് എഴുതി എങ്ങനെ എഴുതും നമ്മള്? ഇത് രണ്ടും 180 അല്ലേ? അപ്പൊ ഇത് രണ്ടിനെയും ഈക്വൽ ചെയ്ത് എഴുതിക്കൂടെ? ആദ്യം ഇതിനടുത്ത് എഴുതുന്നു ആംഗിൾ ഡി പ്ലസ് ആംഗിൾ എ ബി സി. ഉണ്ടോ? പുറകെ എഴുതുന്നേ ഉള്ളൂ. ഈക്വൽ ആണ് ആർക്ക്? ആംഗിൾ എ ബി സി പ്ലസ് ആംഗിൾ സി ബി ഇ. സെറ്റ് അല്ലേ? രണ്ടും 180 അല്ലേ? ഇവിടെ എ ബി സി ഇല്ലേ? അതും ഇവിടുത്തെ എ ബി സി എന്ത് ചെയ്യും? കട്ട് ചെയ്തു. ബാക്കി ഇനി ആരുണ്ട്? ആംഗിൾ ഡി ഇസ് ഈക്വൽ ടു ആംഗിൾ സി ബി ഇ. അതല്ലേ ചോദിച്ചിരിക്കുന്നത്? സി ബി ഇയും ഡിയും എന്താണെന്ന്? ഈക്വൽ ആണെന്നല്ലേ? അപ്പൊ നമുക്ക് പറയാം ഈക്വൽ ആണ്. ഹെൻസ് ഈസ് പ്രൂവ്ഡ്. സെറ്റ്. ക്ലിയർ അല്ലേ? അപ്പൊ ഇതിന് എന്ത് മനസ്സിലാക്കാം? ഇവിടെ 60 ആണെങ്കിൽ ഇവിടെ എത്ര വരും? കണ്ണും കൂട്ടി എഴുതിക്കണം 60 എന്ന്. ഇവിടെ 80 ആണെങ്കിൽ ഇവിടെ എത്ര വരും? കണ്ണും കൂട്ടി എഴുതിക്കണം 80 എന്ന്. ഇതിന്റെ ഒരു ക്വസ്റ്റ്യൻ ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. 60 ചിലപ്പോൾ പ്രൂവ് ചെയ്യാൻ ചോദിക്കാം. ഇങ്ങനെ ചോദിക്കാം. സ്റ്റേറ്റ്മെന്റ് രീതിയിൽ ചോദിക്കാം. ഈ ആംഗിളും ഈ ആംഗിളും ശരിയാണോ? ഈ ആംഗിളും ഈ ആംഗിളും തെറ്റാണോ എന്നൊക്കെ ചോദിക്കാം. കേട്ടോ? അപ്പോ ഒരു ഓപ്ഷൻ പോലെ അത് വന്ന് ചോദിച്ചാലും എപ്പോഴും ആ ഒരു രീതിയിൽ മനസ്സിലാക്കി പഠിക്കണം. തെറ്റല്ലേ? കാരണം എഴുതി